ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. സർവകലാശാലകളിലെ വിസിമാരെ സുപ്രീംകോടതി നേരിട്ട് നിയമിക്കും. ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് വിസി നിയമനത്തിനുള്ള പേരുകൾ മുദ്രവച്ച കവറിൽ നൽകാൻ കോടതിയുടെ നിർദ്ദേശം. കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്താത്തതോടെയാണ് സുപ്രീംകോടതിയുടെ കർശന ഇടപെടൽ. 2 സർവകലാശാലകളിലും വൈസ് ചാൻസലർ നിയമനം സുപ്രീംകോടതി നേരിട്ട് നടത്തും. കോടതി നിയോഗിച്ച ജസ്റ്റിസ് ധൂലിയ സമിതിയോട് വൈസ് ചാൻസലർ നിയമനത്തിന് ഓരോ പേരുകൾ മുദ്രവച്ച കവറിൽ നൽകാൻ ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെ പട്ടിക കൈമാറണം. വ്യാഴാഴ്ച വൈസ് ചാൻസലറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുമെന്നും കോടതി വ്യക്തമാക്കി. നിയമനം വൈകുന്നതിൽ നേരത്തെ കടുത്ത അതൃപ്തി കോടതി അറിയിച്ചിരുന്നു. ജസ്റ്റിസ് ധൂലിയ അധ്യക്ഷനായ സമിതി നൽകിയ പട്ടികയിൽ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കൈമാറിയതെന്നും ഈ പട്ടികയിൽ നിന്നും വിസി നിയമനം പൂർത്തിയാക്കാനാകില്ലെന്നും ഗവർണർ കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായും ഗവർണർ അറിയിച്ചു. സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്നായിരുന്നു ഗവർണറുടെ സത്യവാങ്മൂലത്തിലെ ആവശ്യം. എന്നാൽ സിസ തോമസിനെ നിയമിക്കുന്നതിലാണ് സർക്കാരിന് എതിർപ്പെന്നും സിസ തോമസ് വിസി ആയിരുന്നപ്പോൾ സർവകലാശാലയിൽ പ്രശ്നങ്ങളുണ്ടായെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. പ്രശ്നങ്ങളുണ്ടാക്കിയതിന് തെളിവെവിടെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ജനം, ഡൽഹി.